ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ സഞ്ജീവനി എന്ന ഫ്രീ കൗൺസിലിംഗ് സെക്ഷനെ കുറിച്ച്. ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന CBSE, ICC അല്ലെങ്കിൽ കേരള ബോർഡ് സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ സേവനം യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം മാതാപിതാക്കൾക്കും. എക്സാം ഫിയർ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ അണ്ടറിലുള്ള ഒരു ഫ്രീ കൗൺസിലിംഗ് സെഷനാണ് സഞ്ജീവനി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എല്ലാവർക്കും തന്നെ ഫ്രീ കോസ്റ്റിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന് കൺസൾട്ടിങ് ഫീസുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടൈമിങ്ങോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കംഫോർട്ടായിരിക്കുന്ന സമയത്ത് താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കാവുന്നതോ ആണ്. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ എല്ലാ ജില്ലയിലും സ്വാന്തനം എന്ന പേരിൽ കൗൺസിലേഴ്സ് ഉണ്ട്, ധാരാളം കൗൺസിലേഴ്സ് ഉണ്ട്. അതിൽ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ഞാൻ. എന്നെപ്പോലെ കുറച്ച് പേരൂടെ ഉണ്ട്. പക്ഷെ സഞ്ജീവനി എന്ന പേരിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെയും കൗൺസിലേഴ്സിൻ്റെയും ഒക്കെ ഒരു പ്രോഗ്രാമാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തി വരുന്നുണ്ട്. ഈ വീഡിയോ മൂലം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീഡിയോസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ നമ്മൾക്ക് ആവശ്യമില്ലെങ്കിലും ഈ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ധാരാളം മാതാപിതാക്കളും കുട്ടികളും ഒക്കെ ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു കൗൺസിലിംഗ് സെക്ഷൻ ജൂൺ വരെ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് പരീക്ഷയോടുകൂടി തീരുന്നു എന്നതല്ല, പരീക്ഷയ്ക്ക് ശേഷമാണ് ശരിക്കുള്ള കാര്യങ്ങൾ കിടക്കുന്നത് അല്ലേ. അപ്പം ഇനി വരുന്ന 2 മാസം വളരെ ക്രൂഷ്യലാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ എസ്പെഷ്യലി കുട്ടികളെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ അവരെ കടന്നു പോകാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു നല്ല കൗൺസിലർക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. സോ എല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കൂ, സന്തോഷമായിരിക്കൂ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.